കൊറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതലാ. അയ്യ, ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ? ചവം. ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും. അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? വേണ്ട, മതി. അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചേ. നീ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുക്കാം. കഴിക്ക്. അമ്മോ, നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു. ചെല്ല്. നേരത്തെ വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പി തരാം. തിന്നെ. ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ട് തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കടാ. നീ തന്നെ ഇരുന്ന് തിന്നട പട്ടി. അയ്യേ, കണ്ടവൻ രച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടേടാ. എരപ്പേ, ആഹാരത്തിന് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നത് പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ മുതലാളി. അല്ല, ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാതുവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ? എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയമ്പാവേനെയും ചേട്ടമ്പാവേനെയും പഴയ പോലെ തൂമ്പായെടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാറാ. നോക്കി നിൽക്കാതെ പോയി വണ്ടിക്കാറാ. ഓ, നമ്മളോടാ കളി. കൊട്ടാരം വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോയിരുന്ന കാലത്ത് ആ വീട് പുറത്തു നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീടിന്റെ അകമൊന്ന് കാണാൻ മോഹിച്ച് ഞങ്ങ ഒരു ദിവസം അതിനകത്ത് കയറി. അതിന്റെ പേരിൽ അവര് ഞങ്ങളെ പുളിമരത്തെ കെട്ടിവെച്ച് ചാട്ടവാറിനടിച്ച അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ദേഹം മുഴുവൻ ഇപ്പോഴും ഉണ്ട് അതിന്റെ പാടുകള്. ആ വീടിനാ ഞങ്ങ വില പറയാൻ പോണേ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകുന്നത്? നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ? പോരടി. ആ വീടിന്റെ മുറ്റത്ത് കുഴികുത്തിയാ ഞങ്ങൾക്ക് കഞ്ഞി ഒഴിച്ചു തന്നെ. അതേ വീട്ടിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് താമസിക്കണം. ഈശ്വരപിള്ളേ, എന്തോ എന്ത് വിലയുണ്ടാവൂടോ അതിന്? അതിപ്പോ 5.75, 7, 7, 14, 21, 25 ലക്ഷം മതിപ്പ് വരും. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പുറമേന്ന് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോ തന്നെ നീ അതിന് വിലയും വിട്ട.
വിവരക്കേട് പറയാതെ പ്രേമേന്ദ്ര, ഒരു 25 ലക്ഷം മതിക്കും. കൊട്ടാരം വീടിന് എത്ര വരെ പോകും? കൂടിയാ 15, അതിനപ്പുറം പോവില്ല. എങ്കി ഒരു 20,01 എഴുതടാ. എത്ര? 20,01 എഴുതടാ. ചേട്ടന്റെ പേർക്ക് എഴുതണം. നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതിയാ പോരേടാ. വേണ്ട, കൊട്ടാരം വീട് എന്റെ ചേട്ടന്റെ പേര് കിടക്കട്ടെ. മാളു, നീ വാ. എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നേ? വാ വാ, നിങ്ങൾ വരേടാ. കളത്തറ ബാപ്പുകുട്ടി മകൻ കുഞ്ഞു മുഹമ്മദ് 10 ലക്ഷം രൂപ. കളത്തറ ബാപ്പുട്ടി മകൻ കുഞ്ഞു മുഹമ്മദ് 10 ലക്ഷം രൂപ. തായിക്കര ജോർജ് കുട്ടി 12,60,000 രൂപ. നായിക്കര ജോർജ് കുട്ടി 12,60,000 രൂപ. മെസേഴ്സ് ശങ്കർ ആൻഡ് സൺസ് 15,14,000 രൂപ. മെസേഴ്സ് ശങ്കർ ആൻഡ് സൺസ് 15,14,000 രൂപ. കൂത്തുപറമ്പിൽ കുട്ടൻ ബാവ എന്ന ചേട്ടൻ ബാവ 20,01 രൂപ. കൂത്തുപറമ്പിൽ കുട്ടമ്പാവ എന്ന ചേട്ടമ്പാവ 20,01 രൂപ. അടുത്തത് കൊട്ടാരം വീടന്റേതാണ്. കൊട്ടാരം വീടൻ 20,02 രൂപ. കൊട്ടാരം വീടൻ 20,02 രൂപ. എന്റെ ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? താനിവിടെ ചോരപ്പുഴ ഒഴുക്കി വള്ളം കളിക്കാമെന്ന് കരുതിയല്ലേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. ബഹളം വെക്കരുത്, ഒരു കവർ കൂടി പൊട്ടിക്കാനുണ്ട്. കൂത്തുപറമ്പിൽ കുഞ്ഞമ്പാവ എന്ന അനിയൻ ബാവ 25 ലക്ഷം രൂപ. കൂത്തുപറമ്പിൽ കുഞ്ഞമ്പാവ എന്ന അനിയൻ ബാവ 25 ലക്ഷം രൂപ. കൊട്ടാരം വീടും പോയേ. മുതലാളി കൊട. ചേട്ടാ, നുമ്മ ഇവിടെ 20,01 എഴുതിയപ്പ കൊട്ടാരം വീടൻ 20,02 എഴുതി. അപ്പൊ ഇവിടെ എഴുതിയ ആരാണ്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചതി മനസ്സിലാക്കിയിട്ടാണ് ഒരു തിരുമറി ഞാൻ നടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ട് ഞങ്ങളെ ഒറ്റുകൊടുത്തവനാരായാലും ഞങ്ങ വെറുതെ വിടൂല. ഇനി പറഞ്ഞോ, അതാരായാലും നേരെ പറയണതാണ് നല്ലത്. ആ പറയടാ, ആരാത്? പറഞ്ഞില്ലേ പറയിക്കാൻ എനിക്കറിയാം. ഈശ്വരപിള്ളേ. അയ്യോ, ഞാനല്ല. പിന്നെ ആരാ? എനിക്കറിയില്ലേ. നീയാന്നടാ? അല്ല. നീയാന്നടാ? ഞാൻ പറയില്ല. പറയില്ലേ? ഇല്ല. പറയിക്കാൻ എനിക്കറിയാം. അയ്യോ, ഇവിടത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പോയി പറയില്ലെന്നാ പറഞ്ഞത്. ഓ, ഇനി എവരുടെ വെക്കിട്ട് കയറണ്ട. നിങ്ങൾ പോ പിള്ളാരെ. ആ പോട്ടെ, അവനാരായാലും എന്റെ കൈ കിട്ടും. അന്നവന്റെ അന്ത്യവുമായിരിക്കും. എല്ലാരും പൊക്കോ. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ പാവയും അനിയൻ പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചുതരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, ഇതാരും മാളുവോ? തകർപ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ 2 ദിവസമായി സാറിന് ഫോണിൽ വിളിക്കുന്നു. എന്തിന്? എനിക്ക് റെഫർ ചെയ്യാൻ കുറച്ച് ബുക്സ് വേണമായിരുന്നു. സിഎക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആരും മോശക്കാരാവില്ല. നിനക്ക് എത്ര ബുക്സ് വേണമെങ്കിലും തരാം. ഇവിടത്തെ ഫേമസ് വക്കീലന്മാരും ഡോക്ടർമാരും ഞാൻ പഠിപ്പിച്ച പിള്ളേരാ. എവിടെ ചെന്നാലും ഓരോ പൊസിഷനിലിരിക്കുന്ന എന്റെ കുട്ടികളെ കാണുമ്പോഴാ മനസ്സ് നിറയുന്നത്. അത് പ്രേമേന്ദ്രനല്ലേ? അതെ, ഞങ്ങളുടെ ഡ്രൈവറാ. ഡ്രൈവറോ? ഇവരും എന്റെ സ്റ്റുഡന്റാ. ഇയാള് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. സാറിന് ആള് തെറ്റിയതാവും. പ്രേമേന്ദ്രൻ എനിക്ക് തെറ്റാനോ? ഇവന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞവരാരും പിന്നെ ഇവനെ ആയുസിൽ മറക്കില്ല. പിന്നെ അല്ലേ 3 വർഷം പഠിപ്പിച്ച എനിക്ക്.
കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ ഇവൻ? സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല, ഞങ്ങൾ അധ്യാപകരുടെ ഇടയിൽ പോലും ഇവന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. ഇതെന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ? തന്നെ വല്ല ബാങ്ക് മാനേജറോ ബിസിനസ് എക്സിക്യൂട്ടീവോ ഒക്കെ ആയി കണ്ടുമുട്ടുമെന്നാ ഞാൻ കരുതിയത്. ഗുരുത്വം മാത്രം പോരല്ലോ സാർ, തലവെഴുത്തുകൂടി ശരിയാവണ്ടേ? സാരമില്ലടോ, ഒക്കെ ശരിയാവും. വരട്ടെ സാർ. ആ, മാളു വിചാരിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇവനൊരു ജോലി തരപ്പെടുത്താവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകനെ ഈ നിലയിൽ കാണേണ്ടിവരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ദ്രോഹി, ഊരും പേരും മാറ്റി പറഞ്ഞ് കൂടെ നിന്ന് ചതിക്കാമെന്ന് വിചാരിച്ചു അല്ലടാ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ചതിച്ചിട്ടില്ല അല്ലേ? പിന്നെ എങ്ങനെയാടാ ഞങ്ങ ഇവിടെ എഴുതിയ ലേലത്തുക കൊട്ടാരം വീടൻ അറിഞ്ഞത്? ഇനി എന്നെ തല്ലരുത്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. മിണ്ടിപ്പോറും പൊട്ടിക്കഴിവുറ മോനെ. അയാളെങ്ങ് വിട്ടേക്കാൻ പറ. മതിയടാ, കൊല്ലണ്ട, കൊണ്ടുപോയി കളഞ്ഞേക്ക്. എനിക്ക് നീ കൊട്ടാരം വീട്ടിലാണെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഇനി ഞാൻ അകത്തു പോയ എന്റെ ഗതി ഇതിലും കഷ്ടായിരിക്കും. വാ. നീ എന്താടാ ഈ പറയുന്നത്? അതേ മുതലാളി, പ്രേമചന്ദ്രൻ ദേവി തമ്പുരാട്ടിയുടെ മകനാ. ആ, അവനെന്തിനാ ഡ്രൈവർ വേഷം കിട്ടി അവിടെ വന്നത്? ചിലപ്പോ അനിയമ്മാവേയും ചേട്ടമ്മാവേയും കൂട്ടുപിടിച്ച് മുതലാളിയോട് പകരം വീട്ടാനായിരിക്കും. എന്നോട് പകരം വീട്ടാനോ? എന്തിന്? ദേവി തമ്പുരാട്ടിക്ക് അവകാശപ്പെട്ട വീടാ 18 വർഷം മുമ്പ് മുതലാളി തട്ടിയെടുത്തതെന്നൊരു അങ്ങാടിപ്പാട്ടുണ്ട്. ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ നിന്ന് പാടാനുണ്ടല്ലോ, നാക്കി ഞാൻ പിഴുതെടുക്കും. നീ ഒറ്റ ഒരുത്തരായി ഈ വീട്ടിലെ രഹസ്യങ്ങൾ മുഴുവൻ അങ്ങാടി എത്തിക്കും. മറ്റു വീടുകളുടെ രഹസ്യം മുഴുവൻ ഞാൻ ഇവിടെയും കൊണ്ട് തരുന്നില്ലേ? ഓ, ആ രഹസ്യം മുഴുവൻ പുഴുകി തിന്നിട്ടാണല്ലോ ഞാൻ കഴിയുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. മുറുക്കാൻ തീ. എനിക്കാദ്യമേ അവനെ സംശയം ഉണ്ടായിരുന്നു. 20,01,000 എന്ന് നമ്മളിവിടെ ഉറപ്പിച്ച അന്ന് രാത്രി അവൻ പുറത്തുപോയി. പോയത് നേരെ കൊട്ടാരം വീടിന്റെ അടുത്തേക്കായിരിക്കും, ഉറപ്പാ. അനിയും ബാവയും ചേട്ടൻ ബാവയും ഇല്ലടാ അവിടെ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. നിനക്ക് കിട്ടിയതൊന്നും പോരടാ. എടാന്നോ? തമ്പ്രാനാണ് തമ്പ്രാൻ. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകൻ. നിങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തില്ലേ ആ കൊട്ടാരത്തിന്റെ അവകാശി പ്രേമേന്ദ്ര തമ്പുരാൻ. എന്റെ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ച ഡ്യൂപ്ലിക്കേറ്റ് കൊട്ടാരം വീടിന് എല്ലാം കൈക്കലാക്കി. ഇപ്പൊ താമസിക്കുന്നതേ അതിലും പേര് കേട്ട തറവാട്ടില്ല, ചെമ്പകശ്ശേരിയില്. കുറെ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരൊക്കെ അവിടെ വളഞ്ഞു ചുരുട്ട് കൂടി കിടപ്പുണ്ട്. വല്ലപ്പോഴും അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കി. ഒരു നേരത്തെ മരുന്നെങ്കിലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ബിരുദവും പെരുമയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, അല്ലാതെ ആരെയും ചതിക്കാൻ വേണ്ടിയിട്ടല്ല. ചതിച്ച ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ തെളിയിച്ചു തരാം. ഈശ്വരപിള്ളേ, കൊണ്ടുപോവനെ. അയ്യോ 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 അയ്യോ, പറഞ്ഞോളാ പട്ടി. ഇനി എന്നെ തല്ലരുത്, ഞാൻ പറഞ്ഞോളാം. ഇവിടെ 20,01,000 എഴുതിയെന്ന് എന്നോട് പറഞ്ഞത് ഈ സുന്ദരനാ. അത് പിന്നെ അമ്മാവ, ഞാനൊരു കാഷ്വൽ ടാക്കിൽ ഇംഗ്ലീഷ് പറയുന്നതാ പുല്ലേ. എനിക്ക് ആദ്യമായിട്ട് ജോലി എന്നവരാ നിങ്ങള്. ഞാൻ മനസ്സുകൊണ്ട് പോലും നിങ്ങളെ ചതിക്കില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പോയ ഒരു കാലത്ത് എന്റെ മനസ്സിന് സമാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞത്. മുതലാളി വരെന്നോട് ക്ഷമിക്കണം, ഞാൻ പോവുക. ഈശ്വരപിള്ളേ, എന്തോ? അവനോട് നിൽക്കാൻ പറയടോ. നീ തല്ലും കൊണ്ട് ആ വഴി പോയിരുന്നെങ്കിൽ
നീ അല്ല തെറ്റുകാരനെന്ന് അറിഞ്ഞാലും ഞങ്ങൾ നിന്നെ തിരിച്ചു വിളിക്കൂല. ഇപ്പൊ നീ കാണിച്ചതാണ് ചങ്കൂറ്റം. അല്ലെങ്കിലും ആണത്തമുള്ളവന്മാരെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാ. ഇനി നീ എങ്ങും പോകണ്ട, ഇവിടെ നിന്നോ.